പരാതി കൊടുത്തത് 22-ാം തീയതിയാണ്, ഓഗസ്റ്റ് 22-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തത്. പിന്നെ നമുക്കിപ്പോൾ കേസിന് പുറകെ കേസായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വരിക. പിന്നെ നമ്മുടെ ബെയിൽ പരിഗണിക്കുന്ന ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ പുതിയ പരാതികൾ വരിക. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഒരു മാനസിക വിഷമവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പരാതിയുടെ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇത് ഗൂഢാലോചന സംശയിക്കാനുള്ളൊരു കാര്യം? എന്താ, രണ്ട് യുവതികൾ ഒരേ സമയത്ത് പരാതിപ്പെട്ടതാണോ? ഇത് ഒന്ന് തീരുന്നതിന് പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ ടാർഗറ്റ് ചെയ്ത പോലെ ഒരു ആരെങ്കിലുമൊക്കെ നമുക്ക് ആരാന്നറിയില്ല. അപ്പോൾ അതറിയാനായിട്ട് കൂടിയിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റഡ് ആയിട്ട് നമ്മളെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരനിൽ ഒരു പേടി വരുമല്ലോ. ആ പേടിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇതെന്തായിരുന്നു അന്വേഷിക്കണം എന്നുള്ള രീതിക്ക് നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. നാട്ടിൽ നിന്ന് തന്നെ രണ്ട് രീതിക്കുള്ള അഭിപ്രായം എന്തായാലും ഒരു കാര്യത്തിന് പുറത്തുണ്ടാവില്ല. പിന്നെ അതുപോലെ എൻ്റെ വർക്ക് സ്പേസിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ അനിയത്തിയുടെ വീടിൻ്റെ അവിടെ അനിയത്തിയുടെ സുഹൃത്തുക്കൾക്കിടയിൽ പലരും പല കാര്യങ്ങളും ചോദിച്ച് നമ്മൾ മാനസികമായിട്ട് അവർ ആ ഉദ്ദേശത്തോടു കൂടി ചോദിക്കുന്നതല്ല. പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടും വിഷമാവില്ല. നമ്മളെക്കുറിച്ച് അനിയനെക്കുറിച്ച് സ്ഥിരമായിട്ട് ഇത് വരുന്നതുകൊണ്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ അച്ഛൻ 2 തവണ അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാണുന്നത് വാർത്താ ചാനലുകളും കാര്യങ്ങളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വരുന്ന വാർത്തകൾ അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ ജോലിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് സുഹൃത്തുക്കളും കൂട്ടുകാരന്മാരും നമുക്ക് ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ട് അതിലൂടെ ഒരു മാർഗം കണ്ടെത്തി ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. അവരൊക്കെ സാധാരണക്കാരാണ്. അവർക്കൊക്കെ വളരെ അധികം മോശമായ രീതിയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. വേടനെതിരായ കേസുകൾ വേടനെ മാത്രമല്ല കുടുംബത്തെയും വേടനെ ചുറ്റി ഉള്ള ആളുകളെ അടക്കം ബാധിക്കുന്നുണ്ട്. വേടൻ്റെ രാഷ്ട്രീയം തന്നെയാണോ ഈ കേസുകൾക്ക് പിന്നിലുള്ള കാരണം എന്ന് കരുതുന്നത്? തീർച്ചയായും രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഒരു പ്രത്യേകം എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ തലമുറ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ BR അംബേദ്കർ, അതുപോലെ അയ്യങ്കാളി, അവരൊന്നും പുതിയ തലമുറ അറിയരുത്. ഞങ്ങൾ പുതിയ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് വരുത്തി തീർക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നുണ്ടല്ലോ. അവർക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ഉൾക്കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ പുറകിലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമുക്ക് സംശയങ്ങളാണ് ഉള്ളത്. അപ്പോൾ സംശയങ്ങൾ നമ്മൾ ഓൾറെഡി പരാതി രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്.